ഓൾ കേരള സയന്റിഫിക് ആൻഡ് സർജിക്കൽ ഡീലേഴ്സ് അസോസിയേഷന്റെ 32ാമത് സംസ്ഥാന സമ്മേളനം വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഹോട്ടൽ സമുദ്രയിൽ വെച്ച് ഉദ്ഘാടനം നിർവഹിക്കും. പ്രസ്തുത സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് പി.എൻ. ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിക്കും. രാകേഷ് വി.ആർ, ഡോക്ടർ തോമസ് മാത്യു, ജനറൽ സെക്രട്ടറി അജിത് കുമാർ, നിസാറുദ്ദീൻ, എസ്. മനോജ് എന്നിവർ സംസാരിക്കുകയും ആരോഗ്യരംഗത്തെ പ്രഗത്ഭരായ പത്മശ്രീ ഡോക്ടർ മാർത്താണ്ഡൻ പിള്ള, ഡോക്ടർ ഫൈസൽ ഖാൻ, ഡോക്ടർ ഗോപിനാഥ് എന്നിവരെ ആദരിക്കുകയും ചെയ്യുന്നു. ഇതോടൊപ്പം MLT നഴ്സിംഗ് ഫാർമസി വിദ്യാർത്ഥികൾക്ക് വേണ്ടി സെമിനാറും സംഘടിപ്പിക്കുന്നു. 1200ഓളം ഡീലേഴ്സ് പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ ബിസിനസ് മീറ്റും അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടി സംഘടനയുടെ ചാരിറ്റി ഫണ്ട് ഉപയോഗിച്ച് വിവിധ ആശുപത്രികളിലേക്ക് വീൽ ചെയറുകളും നൽകുന്നതായി സംസ്ഥാന പ്രസിഡന്റ് പി.എൻ. ബാലസുബ്രഹ്മണ്യൻ, ജില്ലാ പ്രസിഡന്റ് വി. മനോജ്, ജില്ലാ സെക്രട്ടറി ഗീത ഷാജി, ജില്ലാ ട്രഷറർ പ്രശാന്ത് ഫെഡറിക്, ജനറൽ കൺവീനർ P.S. രാജൻ നായർ എന്നിവർ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ഇന്ന് നടന്ന പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത് അറിയിക്കുകയായിരുന്നു. കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ഇത്രയും ജില്ലകളിൽ ഓഫീസുകൾ ഉണ്ട്. അവരെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാവരും എല്ലാ സമയങ്ങളിലും കോവിഡ് സമയത്തും അല്ലാത്ത സമയങ്ങളിലെല്ലാം ഉള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യാറുണ്ട്. ഞങ്ങൾ ഇതൊരു ഞങ്ങളുടെ ഒരു കുടുംബ സംഗമം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ പറയുന്ന എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാ ആൾക്കാരും എത്തുന്നത് കുടുംബസമേതമാണ്. അപ്പൊ ഇതൊരു കുടുംബ സംഗമമായിട്ടാണ് നമ്മൾ എപ്പോഴും എല്ലാ കൊല്ലവും ഞങ്ങളുടെ AGM ഞങ്ങൾ നടത്താറുള്ളത്. ഞങ്ങളുടെ ഒരു ചെറിയ റിക്വസ്റ്റ്, നിങ്ങളോടൊക്കെയുള്ള ഒരു ചെറിയ റിക്വസ്റ്റ്, നിങ്ങൾ ഈ റിപ്പോർട്ട് ഞങ്ങൾ ഇന്ന് തരുന്ന ഈ റിപ്പോർട്ട് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം പ്രസിദ്ധീകരിക്കാതെ എല്ലാ ജില്ലകളിലും കൂടി നിങ്ങളുടെ ഇതിൽ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. കാരണം എല്ലാ ജില്ലകളിൽ നിന്നുള്ള മെമ്പർമാരും ഇതിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് എല്ലാ ജില്ലകളിലും ഇതിൻ്റെ ഒരു പ്രസിദ്ധീകരണം കൊടുക്കണം. ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഈ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് പല ആൾക്കാർക്കും പേയ്മെൻറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതുമായിട്ട് മുമ്പോട്ട് പോണതിൻ്റെ എല്ലാ വിഷമങ്ങളും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു ലൈഫ് സേവിങ് എക്യുപ്മെൻസും ലൈഫ് സേവിങ് ഫാർമസ്യൂട്ടിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് ഒരു കാരണവശാലും ഇത് നിർത്തിവെക്കാനും പറ്റില്ല. കാരണം ഇത് നിർത്തിവെക്കാൻ ഒരു കാരണവശാലും നമുക്ക് സാധിക്കില്ല. പക്ഷെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചുരുങ്ങിയ സമയത്തിലെങ്കിലും പേയ്മെന്റ് കിട്ടിയാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ന് മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ ഈ പറയുന്ന എല്ലാത്തിലും കമ്മീഷൻസ് ഒക്കെ കട്ട് ഷോട്ട് ചെയ്തുകൊണ്ട് വരികയാണ്. അവരെല്ലാവരും കുറച്ച് വരികയാണ്. കോവിഡിന് ശേഷം അവരെല്ലാവരും അഡ്വാൻസ് പേയ്മെന്റ് ആക്കി. അവരൊന്നും അഡ്വാൻസ് പേയ്മെന്റ് ഇല്ലാണ്ട് കൊടുക്കുന്നില്ല. പിന്നെ പുതിയ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, കഴിഞ്ഞ കൊല്ലം ഇംപ്ലിമെന്റ് ചെയ്ത ആക്ടാണ് MSME ആക്ട്. ആ ആക്ട് ഈ ഏപ്രിൽ 1-ാം തീയതി തൊട്ട് വളരെ നിർബന്ധപൂർവമാക്കിയിട്ടുണ്ട്. 15 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് കൊടുക്കണം. അല്ലെങ്കിൽ മാക്സിമം കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുള്ള പീരീഡ് 45 ദിവസത്തിനുള്ളെങ്കിലും നമ്മൾ ഒരു MSME രജിസ്ട്രേഷനുള്ള കമ്പനിക്ക് പേയ്മെന്റ് കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ നമ്മളുടെ ചെലവായിട്ട് അതിനെ കണക്ക് കൂട്ടുന്ന ഒരു നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മേടിക്കുന്ന സാധനങ്ങൾക്ക് ഞങ്ങൾക്ക് 45 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് കൊടുത്തേ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ഇവിടെ പലപ്പോഴും പേയ്മെന്റ് കിട്ടുന്നത് 3 മാസം, 4 മാസം, 6 മാസം, അതിൽ കൂടുതൽ സമയങ്ങൾ പോലും എടുക്കാറുണ്ട്. അപ്പോൾ അത് ഞങ്ങളുടെ ഒരു വലിയ പ്രശ്നമാണ്. ആ കാര്യത്തിനെ കുറിച്ച് ഞങ്ങൾ നാളെ ഞങ്ങളുടെ മന്ത്രിക്ക് മെമ്മോറാണ്ടം കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞങ്ങളിത് നിരന്തരം ഗവൺമെന്റിനോട് ഇതിനെക്കുറിച്ച് എല്ലാ വേദികളിലും പറയാറുള്ളതാണ്. ഞങ്ങൾക്കുള്ള ഈ പ്രശ്നങ്ങൾ ആണുള്ളത്. ഈ പ്രശ്നങ്ങളുടെ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ ലോഡിങ് അൺലോഡിങ് പ്രശ്നങ്ങൾ അതെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഈ ബിസിനസ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഈ ബിസിനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ചെറുകിട കാര്യമല്ല. വേറെ മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇതുപോലത്തെ ഒരു ബിസിനസ്. ഞങ്ങൾ ഇന്ന് സമുദ്രയിൽ തന്നെ ഞങ്ങളുടെ ഒരു പരിപാടിക്ക് ഞങ്ങളുടെ കോംപ്ലിമെന്റ്സ് കൊടുക്കാനുള്ള ഡെലിഗേറ്റ്സിന് കൊടുക്കാൻ ഇറക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. അപ്പൊ ആ വക കാര്യങ്ങളെല്ലാം കേരളത്തിൽ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഈ കച്ചവടം ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ വളർച്ചയെ വളരെയധികം ബാധിക്കുന്നുണ്ട് കേരളത്തിൽ ഈ ബിസിനസ്സിന്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ വക കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് എഴുതി പത്രങ്ങളിൽ ഇത് വന്നാൽ മാത്രമേ ഞങ്ങൾക്കും ഇതിനൊരു എന്തെങ്കിലും ഒരു എഡ്ജ് കിട്ടുള്ളൂ. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങളെല്ലാം
ഞങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഒന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നാളത്തെ പത്രത്തിലെല്ലാം ഈ ഡീറ്റെയിൽസ് വന്നാൽ മാത്രമേ നമുക്ക് നാളെ ഈ ഇതിൽ പങ്കെടുക്കുന്നവർ നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ഒരു എക്സിബിഷനും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഹോട്ടൽ സമുദ്രയിൽ ഒരു എക്സിബിഷനും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 10-50 സ്റ്റോളോളം അവിടെ സ്റ്റോൾസ് ഉണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന എക്യുപ്മെന്റ് മാനുഫാക്ചേഴ്സ് അവരുടെ പ്രോഡക്ട്സ് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അത് കാണാനായിട്ട് പുറത്തുള്ളവരെ വിളിച്ചിട്ടുണ്ട്. രാവിലെ ഒരു സെഷൻ, ഒരു ക്ലാസ് വെച്ചിട്ടുണ്ട്. ഫാർമസി കോഴ്സിന് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു സെഷൻ, ഒരു ക്ലാസ് വെച്ചിട്ടുണ്ട്. 1 hour ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിനും സെഷനിൽ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാണ്ടെങ്കിൽ ചോദിക്കാം. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാനായിട്ട് നമ്മുടെ ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് മനൂഷ് ഉണ്ട്. മനൂഷിനെ ഞാൻ വിളിക്കാം. നമ്മുടെ വ്യാപാര വിതരണ മേഖലയിലുള്ള അസോസിയേഷനാണ് ഓൾ കേരള സയന്റിഫിക് ആൻഡ് സർജിക്കൽ ഡീലേഴ്സ് അസോസിയേഷൻ. നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ മെഡിക്കൽ മേഖലയിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അപ്പൊ ഈ പ്രതിസന്ധികളിലെ ഒരു പരിഹാരം ആയിട്ടാണ് ഞങ്ങൾ ഈ സംഘടനയെ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. കാര്യം നിർധനരായിട്ടുള്ള ഒരുപാട് രോഗികൾ, അതായത് പ്രത്യേകിച്ചും ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാൻസർ ബാധിതരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടെ അദ്ദേഹം പറഞ്ഞതിൽ ഞാൻ ആഡ് ചെയ്ത് പറയുകയാണ്. അതിന്റെ ഒരു വലിയൊരു അസൈൻമെന്റ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ തന്നെ ഇപ്പൊ RCC ജനറൽ ഹോസ്പിറ്റല്, പാലിയം ഇന്ത്യ, അതുപോലെ പിന്നെ ഇവിടെ നമ്മുടെ TB സെന്റർ പുലിയനാർകോട്ട, ഗവൺമെന്റ് ഓൾഡ് ഏജ് ഹോം, അങ്ങനെ തുടങ്ങിയ ഒരു നീണ്ട നിരയിലേക്കാണ് ഇപ്പം നമ്മൾ ഈ പറയുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതായത് നമ്മളിപ്പോൾ ചാരിറ്റിയിൽ നമ്മൾ ഇന്നിപ്പോൾ നാളെ വരുന്ന പരിപാടിയിൽ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഒപ്പം തന്നെ ഈ ബിസിനസ് ഡിസ്കഷൻസ്, അതായത് B2B ഡിസ്കഷൻസുകൾ, MSME യൂണിറ്റ്സുകൾക്ക് നേരിടുന്ന ചലഞ്ചസുകൾ, ഇതെല്ലാം ഞങ്ങൾ ഈ വരുന്ന നാളത്തെ ആ ഒരു മീറ്റിംഗിൽ കോൺഫറൻസിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കൂടാതെ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം അദ്ദേഹം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ഒരു പ്രൊഫഷണൽ നമ്മൾ രാവിലെ തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം, നിങ്ങൾ ഏവരെയും നാളത്തെ ഈ ഒരു വലിയ പരിപാടി, അതായത് ആ പരിപാടിയിലേക്ക് നിങ്ങൾ ഏവരെയും ഹർദവമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. വെന്യൂ അറിയാമല്ലോ, ഹോട്ടൽ സമുദ്ര. രാവിലെ 10 മണിക്ക് മിനിസ്റ്റർ കറക്റ്റായിട്ട് എത്തും. അത് ഓൾറെഡി ഞങ്ങൾ ഇന്നലെ കൺഫേം ചെയ്തതാണ്. അപ്പം അതിന് മുമ്പായി നിങ്ങൾ എത്തി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യണം. അവിടുന്ന് എല്ലാവരും ഒരുപോലെ ഞങ്ങളെ സ്റ്റേറ്റിന്റെ പേരിലും ജില്ലയുടെ പേരിലും നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. മറ്റു കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ നമ്മുടെ ജനറൽ കൺവീനറുണ്ട് മിസ്റ്റർ രാജൻ നായർ, അദ്ദേഹത്തിനെ ക്ഷണിക്കുന്നു. താങ്ക് യു മനോഷ്. ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസ്ഥാന പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റും അവതരിപ്പിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ഈ ആതുര സേവന രംഗത്ത് വളരെയധികം കടപ്പെട്ടിരിക്കുകയാണ്. ലൈഫ് സേവിംഗ് ഡ്രഗ്സിനെ പറ്റിയും ലൈഫ് സേവിംഗ് ഡിവൈസുകളെ പറ്റിയും ഒക്കെ പ്രസിഡന്റോട് സംസാരിക്കുകയുണ്ടായി. അത് ഒന്നുകൂടെ ഊന്നി പറയുകയാണ്, ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ ഇടപെടലുകളുണ്ട്. അതിലെല്ലാം ഞങ്ങൾ ഒട്ടനവധി വിജയം കൈവരിച്ചു വരുവാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് നാളെ നടക്കുന്ന സംസ്ഥാന ഫാമിലി മീറ്റും AGM-ഉം കൂടെ കോവളം സമുദ്ര ഹോട്ടൽ KTDCയുടെ സമുദ്ര ഹോട്ടലിൽ നടക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ എല്ലാവരെയും നാളത്തെ വെന്യൂയിലേക്ക് ക്ഷണിക്കുന്നു, പ്രത്യേകം ക്ഷണിക്കുന്നു. നമ്മുടെ ഈ ട്രിവാൻഡ്രത്തെ 3 ഹോസ്പിറ്റലുകളിലെ, അതായത് 1 അനന്തപുരി ഹോസ്പിറ്റൽ, 2 NIMS ഹോസ്പിറ്റൽ, 3 ഗോപിനാഥ് ക്ലിനിക്, ഇവിടുത്തെ പ്രഗത്ഭരായ 3 പേരെ, ഒന്ന് മാർത്താണ്ഡപിള്ള സാറ്, മറ്റേത് ഫൈസൽ ഖാൻ ആൻഡ് ഗോപിനാഥ്, ഇത്തരം പേരെ നമ്മൾ ആദരിക്കുന്നുണ്ട്. കൂടാതെ മറ്റനവധി പരിപാടികൾ അജണ്ടയിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വായിച്ചു നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള റിപ്പോർട്ടുകൾ ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഒന്നുകൂടി നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.